ആദ്യം ഷിരാജ് പി നായർ, നടപടിയുടെ കാര്യത്തിൽ ആർക്കാണ് ഇത്ര തിരക്ക് എന്ന് ചോദിക്കുമ്പോൾ തിരക്കുള്ളവരുണ്ടാവില്ലേ? തല്ലുകൊണ്ടത് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് MLA ആയി ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള AD തോമസിനും യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനുമായ അജയ് ജുവൽ കുര്യാക്കോസിനുമാണ്. ഏറ്റവും കുറഞ്ഞത് നേരിട്ട് പച്ചമാംസത്തിൽ കൊണ്ടവർക്കെങ്കിലും സ്വന്തം സർക്കാർ വരുമ്പോൾ നടപടി വരുമെന്ന നടപടി എടുക്കുന്ന കാര്യത്തിൽ തിടുക്കം ഉണ്ടായിക്കൂടെ? അല്ല, നിങ്ങൾ ഓരോ വാക്കുകൾ അടർത്തിയെടുത്ത് കോണ്ടെക്സ്റ്റിൽ നിന്ന് വ്യത്യാസമായിട്ട് നിങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിക്കണം, അത് ശരിയാണോ എന്ന് ചോദിക്കണം. മാധ്യമപ്രവർത്തകരുടെ എന്താ പറയുക, വളരെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരാണ് ഞാൻ ചോദിച്ചത്. എന്താ മുഖ്യമന്ത്രി പറഞ്ഞത് അത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തി അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് DGP എടുത്തെത്തിയിട്ടുണ്ട്. അതിനൊരു ഡ്യൂ പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിന് ശേഷം മാത്രമാണ് ഒരു നടപടിയിലേക്ക് കടക്കാൻ കഴിയുക. ഡ്യൂ പ്രോസസ്സ് നടത്താതെ നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതേ ഉദ്യോഗസ്ഥന് തന്നെ ട്രൈബ്യൂണലിലോ കോടതിയിലോ പോയി അവിടെ നിന്ന് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയും. അതല്ലല്ലോ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ സമയമുണ്ടാവും. ആ പ്രോസസ്സിൻ്റെ സമയം കഴിയുമ്പോൾ എന്തായാലും പിണറായി വിജയൻ നടത്തിയ അന്വേഷണത്തിനൊടുവിലല്ലല്ലോ ഇപ്പോൾ ADGPക്കെതിരായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരുന്നതും റിപ്പോർട്ട് വരുന്നതും അദ്ദേഹത്തിൻ്റെ ഓഫീസ് റെയ്ഡ് നടന്നതും നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണല്ലോ. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ മൊഴി തിരുത്തുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന SI ഉൾപ്പെടെ മൊഴി കൊടുത്തതിന് ശേഷം പൊട്ടിക്കരതൊക്കെ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്താണല്ലോ. അപ്പോൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നടത്തിയ അന്വേഷണത്തിനൊടുവിലല്ലല്ലോ ഇത് വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് മുഖ്യമന്ത്രി ആ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളിൽ ഒന്നാണ് ആ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് വിലയിട്ടുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളുടെ തലയടിച്ചു പൊളിച്ച സംഭവം ഉണ്ടായത്. അതിനെ തുടർന്നുണ്ട് ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളും. അപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ച് ആ അന്വേഷണം വളരെ ദ്രുതഗതിയിൽ നടത്തി അതിനകത്ത് ആ കേസ് അട്ടിമറിക്കാൻ അല്ലെങ്കിൽ അതിനകത്ത് മൊഴി തിരുത്താൻ വേണ്ടി ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് തിരുത്താൻ ഉൾപ്പെടെ വേണ്ടിയിട്ടുള്ള നടപടികൾ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ നിങ്ങളാരും ഇതിനു മുമ്പ് ഈ സർക്കാർ വന്ന അന്വേഷണം നടത്തി റെയ്ഡ് നടത്തി ആ മൊഴിയെടുക്കുന്നതിന് മുമ്പ് ADGP അജിത് കുമാർ അതിൻ്റെ റിപ്പോർട്ട് തിരുത്താൻ വേണ്ടി ഇടപെട്ടിരുന്നു നിങ്ങൾക്ക് ആർക്കും വാർത്ത കിട്ടിയിരുന്നില്ലല്ലോ, നിങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്തില്ലല്ലോ. അല്ലാതെ ഈ ഗവൺമെന്റ് മനസ്സിലായത് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. അതാ ഞാൻ പറഞ്ഞത്, അത് പുറത്തു കൊണ്ടുവന്നത് ഈ സർക്കാരല്ലേ? അല്ല, അത് പുറത്തു കൊണ്ടുവന്നത് ഈ സർക്കാരല്ലേ? അങ്ങനെ സർക്കാരിനെ ആരെങ്കിലും സംരക്ഷിക്കണമെങ്കിൽ അതിൽ ശ്രീ രാജു പി നായർ ഒന്ന് SIT ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചോര വെറുതെ ആവില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആണല്ലോ, അതിനൊരു പൊളിറ്റിക്കൽ വില്ല് ആവശ്യമുണ്ട്. അതിനുശേഷം ഇപ്പോ DGPക്ക് കുറെ ADGP അജിത് കുമാർ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഓഫീസിൽ. 2 ഗ്രേഡ് SIമാർ എന്തായാലും DYSPയെ വിളിച്ചു വരുത്തി റിപ്പോർട്ട് തിരുത്തിക്കില്ലല്ലോ. അല്ല നോക്കൂ, ആ അഭിലാഷ് നിങ്ങൾ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. ഞങ്ങൾ എങ്ങനെയാണ് ADGP അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവന്നത്? വേണമെങ്കിൽ ഈ മർദ്ദനം നടത്തിയ പോലീസുകാർക്കെതിരെ മാത്രം അല്ലെങ്കിൽ പിണറായിയുടെ അംഗരക്ഷകർക്കെതിരെ മാത്രമായിട്ട് കേസ് നിർത്താമായിരുന്നല്ലോ. മറിച്ച് അതിനപ്പുറത്തേക്ക് കടന്ന് ഒരു ADGPയുടെ ഓഫീസിൽ നിന്ന് തന്നെ രേഖകൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അവിടെ ഇത് നടത്തി ഈ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയതെല്ലാം ADGPയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. സംരക്ഷിച്ചു നിർത്തിയത് 10 വർഷം പിണറായി വിജയനാണ്. നിങ്ങൾ പോലും ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ഈ ഗവൺമെൻറ്റാണ്. പക്ഷേ മാധ്യമപ്രവർത്തകർ തീരുമാനിക്കുമ്പോൾ നടപടി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അതൊരു സർക്കാരിനെ കൊണ്ട് കഴിയില്ല. സർക്കാരിന് അതിൻ്റെ ഡ്യൂ പ്രോസസ്സ് ഉള്ളത് കഴിഞ്ഞ് അതിൽ നിന്ന് ഫുൾ പ്രൂഫായിട്ട് അദ്ദേഹത്തിന് വീണ്ടും രക്ഷപ്പെടാൻ അവസരമില്ലാത്ത രീതിയിൽ അദ്ദേഹം ചെയ്യും. നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് DGP ആവാൻ സ്ഥാനക്കയറ്റം കിട്ടേണ്ട സമയമാണ്. ആ സമയത്തിന് മുമ്പ് ഇതിന് നടപടിയില്ലെങ്കിൽ അദ്ദേഹം DGP ആയിട്ട് വരികയാണെങ്കിൽ നമുക്കിതിനെ സംബന്ധിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നതല്ലേ നല്ലത്? അതല്ലേ കുറച്ചുകൂടി പക്വതയാർന്ന മാധ്യമ പ്രവർത്തനവും സമീപനവും അതാണല്ലോ. ശരി, ഞാൻ കാത്തിരിക്കാം. നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യാം. ശ്രീ